ആ അപ്പൊട്ടി നേരെ അവിടുന്ന് വാഴക്കെന്ന് കൊണ്ടുവന്നില്ലേ? ഉച്ചയ്ക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു. നിന്നെ എന്താ കാണാത്തെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. കൃഷി ഓഫീസിലേക്കാ? ഇല്ല, അവിടെ നീയൊന്ന് പോണം. ഞാൻ ചെമ്പേരിയിലേക്കാ. ഡൽഹിയിൽ നിന്ന് ആരെയോ കെട്ടിയെടുത്തിട്ടുണ്ട്. ഒന്ന് നാട് കാണിക്കാൻ കൊണ്ടുപോകണം. ആഹാ, അപ്പൊ നിന്റെ നാവ് ചൊറിയാൻ ഒരു കാരണമായി. അച്ഛനൊപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാ. തല കുലുക്കി ഇങ്ങ് പോരും. എന്നെ തർക്കിച്ച് തോൽപ്പിക്കാലോ. വന്നിരിക്കുന്നതാണോ പെണ്ണോ? പെണ്ണാന്ന് പറയുന്നു. കണ്ടാലെന്താ വ്യത്യാസം? അപ്പൊ എല്ലാം പൂർണ്ണമായി. തിരിച്ചു വരും ഇങ്ങോട്ടാണോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ? നിന്റെ കരുനാക്ക് വളച്ചൊന്ന് പറയാറാ. നിന്റെ സ്വഭാവം അറിയുന്നുണ്ടാ പറയുന്നത്? അതെ, നീ കൃഷി ഓഫീസിൽ പോകാൻ മറക്കണ്ട. ശരിയെന്ന്. ബാലേട്ടൻ വണ്ടി ഓടിക്കാൻ വന്നതാ? അച്ഛനോട് പറഞ്ഞ കേക്കണ്ടേ? കടിക്കണം ജാതിയാ, സൂക്ഷിച്ചോ. ഞാനും തിരിച്ചു കടിച്ചോളാം. എന്താ പോരെ? ആ, ജാനുവച്ചിയോട് തിരക്കി ബാലേട്ടനെ കുറിച്ച്. എന്താ, എനിക്ക് കല്യാണം ആലോചിക്കാനാ? വൃത്തിയുമെടുപ്പ് ഉണ്ടോന്നാ ചോദിച്ചത്. എനിക്ക് ദേഷ്യം വന്നതാ ബാല. പിന്നെ ഇതെന്താ ജാനുവച്ചി, മാറിപ്പാർക്കാൻ പോകണോ? ചോറും പൊറിക്കാനുള്ളതും ഒക്കെ ഉണ്ട്. തമ്പുരാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാ. ബാലേട്ടനും ഇതില് കൂടാ. ഓ പിന്നെ, ഞാനിപ്പോ ചെമ്പേരിയിൽ അത്താഴം മോഹിച്ചല്ലേ ഇതിന് വന്നത്. അല്ല, എവിടെ ഈ സംഭവം? അകത്തുണ്ട്. ബാലേട്ട വരുന്നുണ്ട്. ഓ, ഇതാണോ? ബാലേട്ടൻ അറിയോ? ഇതിന്റെ കരണക്കുറ്റിക്ക് പാടത്തിട്ട് ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചത്. എന്റെ ഈശ്വരാ. ഇയാളോടാണോ വരാൻ പറഞ്ഞത്? എന്താ? തമ്പുരാൻ കൊടുത്ത ഒരു മാർക്ക് ഇയാൾക്ക് ആവശ്യമില്ല. മാർക്ക് ഞാൻ ഇട്ടോളാം. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. എനിക്ക് ഡ്രൈവറെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ വേണ്ടേന്ന് വെച്ചാ ഒരു കുറവും വരാത്ത രീതിയിൽ നോക്കിക്കോണം. ഇവിടെ വന്നിട്ട് സംശയങ്ങളൊന്നും ബാക്കി വരാതിരിക്കാനാ തന്നെ കൂട്ടുവിടുന്നത്. ആദിവാസി മൂപ്പരോട് പറഞ്ഞാ മതി ചെമ്പേരി പറയാം. ഈ യാത്രയെക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല തമ്പുരാൻ. ഇത് ഗംഭീരാവും. വരട്ടെ. ബാലേട്ടന്റെ അടുത്താ കളി. ഇന്നാ കുട്ടിയുടെ വിധിയ. താൻ വലിയ ബുദ്ധിജീവിയാണെന്നാണല്ലോ എല്ലാരും പറയുന്നത്. അതിന്റെ ആയിരിക്കും അഹങ്കാരം അല്ലേ? താനെന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് സംശയങ്ങൾ ചോദിക്കാൻ ഒരു ഗൈഡിനെ വേണമെന്നാ ഞാൻ തമ്പുരാനോട് പറഞ്ഞത്. റിസർച്ച് എന്നെ കുറിച്ചല്ലോ. വിഷയം വരട്ടെ, ഞാൻ സംസാരിക്കാം.
വിഷയം മോശമല്ല, ആദിവാസികളെ കുറിച്ചാ. പറഞ്ഞുതരാൻ എളുപ്പമായിരിക്കുമല്ലോ. ഇവിടുത്തെ ട്രൈബ്സിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഡൽഹി മോശമല്ല ആദിവാസികളുടെ കാര്യത്തില്. താൻ എന്നെ തല്ലിയത് ഞാൻ തമ്പുരാനോട് പറഞ്ഞില്ല. പറഞ്ഞാലും കാര്യമില്ല. വിത്തുനെല്ല് മറിച്ച എന്റെ അച്ഛനായാലും ഞാൻ സഹിക്കില്ല. വണ്ടി ഒന്ന് നിർത്ത്. താൻ ഇറങ്ങുന്നില്ലേ? ഇവിടേക്കല്ലല്ലോ നമ്മൾ വന്നത്. ഇറങ്ങ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? താൻ ചെമ്പേരിയിലെ ആരാ? ഭാഗ്യത്തിന് ആരുമല്ല. ഞാൻ ചെമ്പേരി തമ്പുരാന്റെ പേരക്കുട്ടിയാ. അവിടുത്തെ പാടത്ത് പണിയെടുക്കുന്ന ഒരു തൊഴിലാളി എന്നെ റെസ്പെക്ട് ചെയ്തിരിക്കണം. പാടത്തെ പണിക്കാരന് ഇത്ര ഹുങ്ക് വേണ്ട. തൊഴിലിനനുസരിച്ചാണ് അഹങ്കാരം നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്റെ തൊഴിലിൽ എനിക്ക് അഭിമാനമുണ്ട്. കുറെ പൊട്ടന്മാരുടെ ഇടയിൽ കുറച്ച് വായിക്കുക, കുറെ പുസ്തകങ്ങളുടെ പേര് കാണാതെ പഠിക്കുക, അത് മതി ഇവിടെ ഹീറോ കളിക്കാൻ. പക്ഷേ ലോകത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ ഈ ചെളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. എവിടേക്ക്? ഡൽഹിയിലേക്കോ? എന്റെ പാടത്ത് നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതലൊന്നും അവിടുന്ന് കിട്ടാനില്ല. പിന്നെ നടിക്കാം, അതെനിക്ക് വഴങ്ങയില്ല. ഇന്ന് ചില അപ്പോയിന്റ്മെന്റ്സ് ഫിക്സ് ചെയ്തോണ്ടാ, അല്ലെങ്കിൽ ഞാനിപ്പോ യാത്ര അവസാനിപ്പിച്ചേനെ. നാളെ മുതൽ താൻ വരണ്ട. സന്തോഷം. ഊമകളെ ആരെങ്കിലും കിട്ടുമോ നോക്ക്. അതാകുമ്പോ പറച്ചിൽ മാത്രമേ വേണ്ടൂ, തിരിച്ചു കേൾക്കണ്ട. വണ്ടി കയറോ? വണ്ടിയിൽ എന്തൊരു നാറ്റും. താൻ പാടത്ത് നിന്ന് നേരെ വന്ന് കയറിയതാണോ? ആ, എന്തോ ഒരു നാറ്റമുണ്ട്. താൻ ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. വണ്ടി വിടറോ? പോയ പോലെ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നണില്ലേ ചിട്ടെ. ഒന്നാമതേ ഈ ഇളക്കക്കാരി പെമ്പിള്ളേരെ ബാലേട്ടന് കണ്ടൂടാ. അതിന്റെ കയ്യിലൊരു പൊടി ആയപ്പോഴേ ശരിയായി. പാടത്ത് നടന്നതിന്റെ ബാക്കി കാണിക്കോ എന്തോ. നീ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ ബാലനോട്? പിന്നെ പറയാതെ. എനിക്കതിനെ തീരെ പിടിച്ചില്ല. അസൂയ? പിന്നെ തോന്നിയ ദിവസം കാണിക്കുന്നതിന് എന്തിനാ അസൂയ? ചിറ്റയ്ക്ക് ഇഷ്ടായി അതിനെ. നല്ല കുറെ ചീത്ത പറഞ്ഞല്ലേ, ഇഷ്ടാവും. എനിക്കിഷ്ടായില്ല, അതിന് കെറിവിക്കണ്ട. സ്വന്തം ഇഷ്ടത്തിന് ബാലേട്ടൻ പോവില്ല. ബാലേട്ടന്റെ അച്ഛൻ നിർബന്ധിച്ചിട്ടുണ്ടാവും. ഗവേഷണാന്നാ പറയണേ. എന്ത് ഗവേഷണാണാവോ? ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ട് അതിനെന്ത് മനസ്സിലാവാന്? ഒന്നുമില്ലെങ്കിലും കുറച്ച് നല്ല മനുഷ്യരെ കണ്ടുപോട്ടെ, അല്ലേ? ബാലൻ പോയാ ഇങ്ങോട്ട് വരും, അതിനിത്ര വെപ്രാളം വേണ്ട. എനിക്കെന്ത് വെപ്രാളം? ബാലേട്ടൻ ഒരു പെണ്ണിന്റെ കൂടെ പോയെന്ന് പറഞ്ഞ് എനിക്കൊന്നുമില്ല. പേടിയച്ചിട്ടെ. അവര് തമ്മിൽ വാക്കുകൊണ്ട് പോലൊന്നും മുഷിഞ്ഞ തമ്പുരാൻ കലി തുള്ളില്ലേ. ചോദിക്കാൻ ചെന്നാ ബാലേട്ടൻ വിട്ടുകൊടുക്കോ? ഞാൻ തല്ലുകൊള്ളണ പോലെയല്ല. ബാലേട്ടൻ എന്തെങ്കിലും വന്നാ സഹിക്കാൻ പറ്റില്ല എനിക്ക്. അവനൊന്നും പറ്റില്ല. നിന്നെക്കുറിച്ചുള്ള എന്റെ ധൈര്യം അവൻ. നീ അവന്റെ കൂടെ ഇറങ്ങി പോണത് വരെ ഞാനുണ്ടായാ മതി. ഞാൻ ഒറ്റയ്ക്കോ? പോവാണെങ്കിൽ ചിറ്റയുണ്ടാവും. ചിറ്റയെ വിട്ടു പോയിട്ട് കിട്ടുന്ന ഒരു സന്തോഷവും എനിക്ക് വേണ്ട. ആ
ഞാനിപ്പോൾ തിരുമംഗലത്താ. അല്ലല്ല, ചെമ്പേരി പാപ്പനെ കാണാനൊന്നും അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്ന. ആ, ടൗണിലെത്തിയിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു ആദിവാസി ഊരുകളൊക്കെ? എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല. ഇവിടുത്തെ ആളുകളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? തനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? പുള്ളി കുറച്ച് ഓവറാ. മേഖല തണ്ടതാ. കുറെ പുസ്തകങ്ങൾ വായിച്ചു കൂട്ടിയിട്ടുണ്ടെന്നുള്ളൊരു അഹങ്കാരം. ഒന്ന് ഫൈറ്റ് ചെയ്യാൻ താൻ തന്നെയാ നല്ലത്. തനിക്ക് എവിടെ നിന്ന് കിട്ടിയടോ ഈ കക്ഷിയെ? പാടത്തെ പണിക്കാരനാ. വിവരമുള്ള ഒരാളെ നോക്കി തമ്പുരാൻ സപ്ലൈ ചെയ്തതാ. പാടത്തെ പണിക്കാരൻ, നന്നായി പുസ്തകങ്ങൾ വായിക്കുന്ന. പേര് ബാലൻ എന്നാണോ? തനിക്കറിയോ? പിന്നെ ആ റൈറ്റ്സിന്റെ വിഷയത്തിൽ ഞാൻ ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇയാളുണ്ടായില്ല. അപ്പൊ തന്റെ ശത്രു തന്നെ. ശരിക്കൊന്ന് വരട്ടിക്കണം. ഹലോ, ഐ ആം ചന്ദ്രദാസ്. അറിയാം. കണ്ടിട്ടുണ്ടോ നമ്മൾ തമ്മിൽ? ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ അടുത്ത ടൗൺ ഹാളിലെ സാഹിത്യ ചർച്ചയിൽ. ഓ, അതിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? പാടത്ത് പണി ഒഴിവായി കിട്ടുമെങ്കിൽ. ബാലൻ ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് കാവ്യ പറഞ്ഞു. അത് നല്ല അർത്ഥത്തിലാവില്ല. മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കത്ത് അയച്ചിട്ടുണ്ട്, വിൻസെന്റ് വാൻഗോഗിന്റെ ജീവചരിത്രത്തിൽ വന്ന തെറ്റുകളെ പറ്റി. ഓ, ഇസ് ഇറ്റ് യു? അടുത്ത എഡീഷനിൽ തിരുത്തലുണ്ടായിരുന്നു. കണ്ടു. അംഗീകരിച്ചതിൽ സന്തോഷം തോന്നി. ഡൽഹിയിൽ പുലിയുണ്ടോ? അവിടെ സൂവിലുണ്ട്. എന്നാൽ ഇവിടെ പാടത്തും പറമ്പിലുമുണ്ട്. കൂട്ടത്തിലൊരെണ്ണ അത്. അയാൾ നല്ല വിവരമുള്ള കക്ഷിയാ. തെളിവുണ്ട്. തന്നോട് ഇപ്പൊ അയാൾക്ക് സർട്ടിഫിക്കറ്റ് എഴുതാനാണോ ഞാൻ പറഞ്ഞത്? എടോ, ഇത് തനിക്ക് കൊള്ളില്ല. മെട്രോ സിറ്റിയിലെ ഒരു പെൺകുട്ടിക്ക് ഈ കുട്ടിക്കുറുമ്പ് ചേരില്ല. എന്നെ നാണം കെടുത്തു വരുന്നു ഇതുവരെ. എനിക്ക് റിവെഞ്ച് ഉണ്ട്. താൻ അതിനെ എങ്ങനെ കണ്ടാലും താൻ ഉണ്ടായിരുന്നാ മതി. എടോ, ചെമ്പേരി തമ്പുരാൻ CD ബുക്സിന് എഴുതിയ എഗ്രിമെന്റ് സാധുവല്ലെന്ന് പറഞ്ഞ താനാണോ? ആര് പറഞ്ഞാലോ അത് ശരിയാ. എന്ത് ശരി? ചെമ്പേരിയിൽ തമ്പുരാനല്ലാതെ വേറെ ആർക്കാ അതിന് അവകാശം? ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ചെമ്പേരി വെറും കാഴ്ചയാ. താഴെ നിന്ന് ചന്ദ്രനെ കാണുന്നത് പോലെ. ഒന്ന് ചെകഞ്ഞാൽ കിട്ടും സത്യം. ദൂരെ ആരും അതിന് സമയം കണ്ടെത്തിയിട്ടില്ല. ചെമ്പേരി തറവാട്ടിൽ തമ്പുരാന്റെ അവകാശം അക്ഷരാർത്ഥത്തിൽ പൂജ്യമാണ്. പിന്നെ ഏത് നാട്ടിലും ഏത് രാജ്യത്തും കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ. ചെമ്പേരി തമ്പുരാൻ അങ്ങനെ പൊട്ടിമുളച്ചുണ്ടായതാ. ചങ്ങലയിൽ തളച്ച കമല എന്ന സ്ത്രീയോ ചങ്ങലയിൽ തളയ്ക്കപ്പെടാത്ത ഉത്തരയോ ഒന്ന് പൊട്ടിത്തെറിച്ചാൽ അന്ന് പൊട്ടിത്തകരും പലതും. കുറച്ച് അക്ഷരങ്ങളെങ്കിലും കൂട്ടത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് വ്യാമോഹമൊന്നുമല്ല. കൂടുതൽ സംസാരിച്ചാലേ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാവും. സംസാരിക്കാതെ ശ്രദ്ധിക്കാം നമുക്ക്. ചെമ്പേരിയിലെ ചിത്രം മാറുകയാണല്ലോടോ. എന്തായാലും തന്റെ ശത്രു മോശമായില്ല. വണ്ടി എടുക്കണോ?